AR ഔസേപ്പ് പറയണത് ഞാൻ കേട്ടിരുന്നു. അപ്പോ എനിക്ക് ആളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഇവിടുത്തെ CPM ഭരണം, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പോ ഇവിടുത്തെ CPM 5 വർഷം ഭരിച്ചപ്പോൾ അവസാനത്തെ 5 വർഷത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇവിടുത്തെ ഓരോ അഴിമതികളും എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഞാൻ പരസ്യമായി അത് റീൽസ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു നിലയ്ക്കും ഒരു സമരം പോലും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഔസേപ്പും ഇവിടുത്തെ CPM ഘടകമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച്. ശ്രീ മറുപടി പറയാം. അദ്ദേഹത്തിന് കുറച്ചും കൂടി എളുപ്പമുണ്ടാകും അദ്ദേഹത്തിന്റെ സഹപാഠികളായ സഹപ്രവർത്തകരായ 4 BJP മെമ്പർമാരും ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു. ഔസേപ്പിനോട് ചോദിക്കുന്നതിലും നല്ലത് ആ സഹപ്രവർത്തകരോട് ചോദിക്കുന്നതല്ലേ നല്ലത്. 5 പേരുണ്ടായിരുന്ന കോൺഗ്രസും 4 പേരുണ്ടായിരുന്ന BJPയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവര് ഒരു വാ പോലും തുറന്നിട്ടില്ല. എന്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും അവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. കൊടകര മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അധിക്ഷേപിക്കാൻ എല്ലാവർക്കും സാധിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പഞ്ചായത്തിനുണ്ടായ നേട്ടങ്ങൾ അതിൽ അസൂയ പൂണ്ടിട്ടാണോ ഇദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ നല്ല കാര്യം കണ്ടാൽ നല്ലതെന്ന് പറയാൻ ഒരു ആ മനസ്സ് ഒന്ന് കാണിക്കണം എന്ന് മാത്രമേ ഇദ്ദേഹത്തിനോട് പറയാം.